പൂവെല്ലാം എന്തിനാ പറിച്ചു കളയുന്നത്? ഇറങ്ങടി താഴെ. എന്തിനാടി അതല്ല? അമ്മയ്ക്ക് വല്ലതും അറിയാമോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. അമ്പടി, ഈ മാമ്പൂവ് കോളേജിൽ കൊണ്ടുപോകാനാ. മുല്ലപ്പൂ റോസാപ്പൂവും കൊണ്ടുപോയാൽ എന്താ? അതല്ലേ അമ്മയ്ക്കൊന്നും അറിഞ്ഞുകൂടെന്ന് പറഞ്ഞത്. റോസാപ്പൂവിനും മുല്ലപ്പൂവിനും കായുണ്ടാകുമോ? ഒന്ന് ചിരിക്കാതെ പോയി മേക്കഴു. പപ്പു, എടാ കുതിര വെട്ടം. അഹന്തയുടെ മോന്തായത്തിൽ മന്ദുകാരമായി കുന്തി കുന്തി നടക്കുന്ന നീ. ചോര, ചോര, ചോര ഇറ്റിറ്റ് വീഴുന്നു, ഇറ്റിറ്റിന് വീഴുന്നു. ഞാൻ എവിടെ വിളിക്കും? ഞാൻ എവിടെ വിളിക്കും? കൊച്ചമ്മ വിളിച്ചോ? ഇന്നലെയോ മെനഞ്ഞാന്നോ വിളിച്ചു കാണും. അല്ല, കുറച്ച് മുൻപ് വിളിച്ച പോലെ തോന്നി. എടാ കുതിരവട്ടം, ഞാനൊരാണായിരുന്നെങ്കിൽ നിന്റെ നട്ടല് പപ്പടം പോലെ ഞെരിച്ചേനെ. കൊച്ചമ്മേ, ഉപമ തെറ്റ്. പപ്പടം വട്ടത്തിലും നട്ടല് നീളത്തിലും അല്ലേ കൊച്ചമ്മേ? എടാ, നീ എന്ത് ചെയ്യുകയായിരുന്നു ഇപ്പോൾ? വല്യമ്മച്ചി പുട്ട് ചുടുന്നു, പപ്പടം കാച്ചുന്നു. ഞാൻ എന്റെ ഈ നാടകത്തിന്റെ ഈ രംഗം വായിച്ചു കേൾപ്പിക്കുന്നു. നിർത്തടാ, നിന്റെ ഭാര്യ ഉപ്പുമാങ്ങ ഭരണി. പുട്ടിനും പപ്പടത്തിനും ഉപ്പുണ്ടോ നോക്കുന്നു. നിനക്ക് എന്താടാ ഒരു വിഷമം? സങ്കടമാണ്. പ്രേമത്തിന്റെ കണ്ണുകളുണ്ട്. നോക്കണം കൊച്ചമ്മേ. അപ്പോൾ ഉപ്പുമാങ്ങ ഭരണി, ഉപ്പുമാങ്ങ ഭരണി അല്ല കൊച്ചമ്മേ. ഞാനും എന്റെ ഭാര്യയും ആദ്യമായി കണ്ടുമുട്ടുന്നു. ഒരു നോട്ടം, രണ്ട് പുഞ്ചിരി, പിന്നെ അതുവരെ കണ്ട ലോകമല്ല കൊച്ചമ്മേ ലോകം. എടാ കുതിരപ്പപ്പുവേ, കുറെ ആളുകൾ കാപ്പി കുടിക്കാൻ വരുമെന്നറിയാമോ? എല്ലാം റെഡി കൊച്ചമ്മേ, അവർ വരട്ടെ. കൊള്ളാമല്ലോ മിസ്റ്റർ കുതിരവട്ടം. വിറക് കീറാനും അരിവെപ്പിനും വന്ന നീ ഇവിടെ നാടകൃത്ത്. നിന്നെ ഇവിടെ നിർത്തിയ എന്റെ അമ്മ ഇവിടെ അരിവെപ്പുകാരി. വല്യമ്മച്ചി സഹൃദയാണ് കൊച്ചമ്മേ. കലാകാരന്മാർക്ക് വേണ്ടത്ര പ്രോത്സാഹനം തരും. അല്ല, ദേവകന്യെ പോലെ ഇരിക്കുന്നല്ലോ. അയ്യോ എന്റെ കൊച്ചമ്മ. അവന് കിറുക്കാണ്. ഞാനങ്ങ് പേടിച്ചു പോയി. ലത, ലത കൂട്ടിക്കൊണ്ടിപ്പോ വരും. എന്തിനാടി പാറു ഇത്? അടുപ്പിലിട്ട് പൊട്ടിക്കാനാ. ഉപ്പുമുളകാ. എന്തിന്? കൊച്ചമ്മ ആരാ കൊതിച്ചെന്ന് പറഞ്ഞു. ആരാടി എന്നെ കൊതിച്ചത്? ഞാൻ. നമ്മുടെ കുതിരപ്പൂവിന്റെ ഭാര്യ. നിങ്ങൾ തുടങ്ങി. അവൾ ഇപ്പൊ വരും. കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ തന്നെ വലിയ കാര്യമമ്മ. പഴമെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. കായ വറുത്ത എന്റെ പ്രാണനാണ്. എനിക്കെല്ലാം ഇഷ്ടമാണ്. എടി ഭാർഗവി, അയ്യോ രക്തം രക്തം. തുണി തുണി മരുന്ന് മരുന്ന് തുണി.
കുറെ കഴിഞ്ഞേ വരുന്നുള്ളൂ. എനിക്ക് അവിടെ പോയി അമ്മയെ കൂട്ടണം. എന്നാ ഞങ്ങൾ പോട്ടെ, നാളെ കാണാം. ജലദേവതേ, കരദേവ, നിത്യവും സമുദ്രസ്നാനമുണ്ടോ? ഇല്ല. നിത്യവും കടലൊരു സവാരി ഉണ്ടോ? ഇല്ല. എന്നാൽ നിത്യവും ഒരു സായാഹ്ന സവാരിയുണ്ട്. എങ്ങോട്ടോ? വിജനതയിലേക്ക്. തനിച്ച്? തനിച്ച്. എവിടെയാണ് ഈ വിജനത? അതോ അവിടെ ആ കുത്തനെയുള്ള പാറയുണ്ടല്ലോ, അതിന്റെ ഉച്ചിയിൽ കയറി മരത്തിൽ പിടിച്ചു നിൽക്കും. എന്തിന്? കാണാൻ. കാണാൻ? എന്ത്? നീലവിശാല സാഗരം. നീലവിശാല സാഗരം? ആ, ഉപ്പുവിളയും പനിയും പിടിക്കും. തല തുവർത്തു. ഉപ്പ് വിളയിട്ട പനിയും പിടിക്കട്ടെ. വേണ്ട. വിരലിലെ മുറിവിന്റെ വേദന മാറിയോ? വിരലിന്റേത് മാറി. തുവർത്തു, തല തുവർത്തു. തല തോർത്തി ഡ്രസ് മാറ്റാം. ഒന്ന് തിരിഞ്ഞ് ആ റോഡിലേക്ക് നോക്കി നിൽക്കാമോ? അയ്യോ, എനിക്ക് കടൽ കാണണമല്ലോ. തിരിഞ്ഞു നിൽക്കൂ. ശരി. ആ, ശുഭ്രസുന്ദരമായ മണൽപ്പരപ്പ്. കടൽ കാണാൻ കൊതി തോന്നുമോ? ആ, തോന്നും. ഇല്ല ഇല്ല. നല്ല കുട്ടി. തിരിഞ്ഞ് കടൽ കണ്ടോളൂ. ഞാൻ കടൽ കാണുന്നില്ല. പിന്നെ? പൂനിലാവ്. നിലാവോ? കാണുന്നില്ലല്ലോ. ഞാൻ കാണുന്നുണ്ട്. പൂനിലാവ് മാത്രമല്ല, പിന്നെ അഗാധമായ 2 മഹാസമുദ്രങ്ങൾ. നിന്റെ മോഹന നയനങ്ങൾ.